ആസാമിലെ കർബി ആംഗ്ലോങ് ജില്ലയിൽ 2 ദിവസമായി തന്നെ വലിയ സംഘർഷങ്ങളാണ് അരങ്ങേറുന്നത്. അനധികൃതമായി തന്നെ ഏക്കർ കണക്കിന് ഭൂമി കൈയേറി കുടിയേറിയവരെയും ഒഴിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയും ഗോത്രവർഗ്ഗക്കാർ നിരാഹാര സമരം തുടങ്ങുകയും ചെയ്തത് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയാണ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ ഗോത്രവർഗ്ഗക്കാർ തമ്മിലുള്ള കലാപത്തിന് തിരികൊളുത്തിയത് അവിടുത്തെ ചില ഏജൻസികൾ, അതായത് NGOകളും ചില പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികളാണ് എന്നതാണ് ആരോപണങ്ങളായി ഉയർന്നു വരുന്നത്. എന്നാൽ അതേ രീതിയിൽ തന്നെ കർബി ആംഗ്ലോങ് ജില്ലയിൽ ഗോത്രവർഗ്ഗക്കാരും ഗോത്രവർഗ്ഗക്കാരല്ലാത്തവരും തമ്മിൽ കലാപമുണ്ടാക്കുകയാണ് ഈ NGOകൾ ചെയ്തതെന്നും അത്തരത്തിലുള്ള ഗൂഢാലോചനയാണ് അവർ ലക്ഷ്യമിട്ടതെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഘട്ടം ഘട്ടമായി തന്നെ രാജ്യത്ത് നിന്ന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ മാറ്റുന്നതിന്റെ ഒടുവിലാണ് ഇത്തരത്തിൽ വലിയ അനിഷ്ട സംഭവങ്ങളും സംഘർഷങ്ങളും അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഗോത്രവർഗ്ഗക്കാരല്ലാത്തവരെ അവിടെ നിന്ന് ആ പ്രദേശത്തു നിന്നും ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർബി ഗോത്രവർഗ്ഗക്കാർ നിരാഹാരം തുടങ്ങിയത് അത് തടഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ആ പ്രദേശത്ത് ആരംഭിക്കാൻ കാരണമാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ നിരാഹാരം അക്രമാസക്തമാകും എന്ന് കരുതി തന്നെ വൻതോതിൽ പോലീസിനെ അവിടെ വിന്യസിപ്പിച്ചിരുന്നു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആസാം DGP ഹർമിത് സിംഗ് ഉൾപ്പെടെ ഇവിടെ എത്തുകയാണ് ഉണ്ടായത്. ഇതിനിടയിലാണിപ്പോൾ ഗോത്രവർഗ തലവന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന വ്യാജ വാർത്ത വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല, ഗോത്രവർഗ്ഗക്കാർ പോലീസിനെ ആക്രമിച്ചു എന്നതാണ് മറ്റൊരു വാർത്തയായി പുറത്തു വരുന്നത്. അമ്പും വില്ലും കല്ലും വലിയ രീതിയിലുള്ള ആയുധങ്ങൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ഈ വ്യാജ വാർത്തയാകട്ടെ BJP സർക്കാരിന്റെ ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ചില NGOകളും അവിടെ സാമൂഹിക വിരുദ്ധരും ചേർന്നുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് എന്നതാണ് പോലീസ് ഇപ്പോൾ ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. അതേസമയം ആസാമിലെ സമാധാനം തകർക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയായ ബ്രിട്ടീഷ് സ്വദേശിനിയായ എലിസബത്ത് കൗർ അവർ വലിയ രീതിയിൽ ഒരു NGO ശൃംഖല ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആസാമിലെ BJP സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി തന്നെ രംഗത്ത് നിൽക്കുന്നത് ഗൗരവ് ഗൊഗോയി തന്നെയാണ്. ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ആസാമിൽ ക്രമസമാധാനം തകർക്കാൻ തുടർച്ചയായി തന്നെ ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നതായി തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം തന്നെ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. കർബി എന്ന ഗോത്രവർഗത്തിന് അവകാശപ്പെട്ടതാണ് കർബി ആംഗ്ലോങ് ജില്ലയിലെ പ്രദേശങ്ങൾ മുഴുവനായും തന്നെ എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഇവിടെയാകട്ടെ ഗോത്രവർഗ്ഗക്കാരല്ലാത്ത മുസ്ലിങ്ങളും മറ്റു വൻതോതിൽ ഈ സ്ഥലങ്ങൾ കൈയേറിക്കൊണ്ട് അവിടെ കുടിയേറി താമസിച്ചു വരികയാണ് ചെയ്തത്. ബീഹാർ, ബംഗാൾ, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളും ഇതര സമുദായങ്ങളിലും ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് വെട്ടിപ്പിടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവർ കന്നുകാലികൾക്ക് മെയ്യാനുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയതായിട്ടാണ് ആരോപണങ്ങൾ പുറത്തുവരുന്നത്. ഇവരെ ഒഴിപ്പിക്കണമെന്ന ആവശ്യമുള്ള കർബി ഗോത്രവർഗ്ഗക്കാരുടെ സമരം അത് ആക്രമണത്തിലേക്ക് തിരിയാൻ അതിൽ നേരെ BJP നേതാക്കൾ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. സമാധാന ചർച്ചകളിലൂടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ആസാം BJP പ്രസിഡന്റ് ദിലീപ് സൈൻഗ് അവിടെ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിലാണ് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള കർബി സമുദായം അവർക്ക് നേരെ തിരിയുകയും ചെയ്തത്. അതേപോലെ തന്നെ ഗോത്ര തലവന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന വ്യാജ വാർത്ത വലിയ രീതിയിൽ പരക്കുകയും ഇത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.